മോനെ നീ മലയാളിയാണോ? ചെക്കൻ മണിയായിട്ട് മലയാളം പറയണ കേട്ടോ. അതാണല്ലേ, നമ്മൾ മലയാളികൾ എവിടെ പോയാലും അവിടെ ഉള്ളവരെ കുറച്ച് മലയാളം പഠിപ്പിച്ചില്ല പിന്നെ എങ്ങനെയാ? ഇവനെ നല്ല മലയാളം പറയുന്നതിനേക്കാളും നല്ല തെറി പറയും. അതാണിപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് മ്യൂട്ട് ചെയ്തു. ഇവർ ആക്ച്വലി പറയുന്ന പകുതി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ 2 അടി അകലം പാലിച്ച് പുറകെ നടക്കുക ചെയ്തത്. അങ്ങനെ കുറച്ച് നേരം നടന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എനിക്ക് വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു, അവർക്കായിരുന്നു മെയിൻ. എന്നിട്ട് ദാഹിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു റിഫ്രഷിങ് ഡ്രിങ്കിൻ്റെ ഒരിടത്ത് കയറി. അവിടെ എഴുതി വെച്ചിരുന്ന പകുതി എനിക്ക് മനസ്സിലാവാഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും തന്നെ വാങ്ങിയില്ല. റിസ്ക് എടുക്കാൻ കഴിയില്ലല്ലോ, പൈസ കൊടുത്ത് വാങ്ങണല്ലേ. പക്ഷേ അവർ വാങ്ങിയത് ഞാൻ ട്രൈ ചെയ്തു. അത് ട്രൈ ചെയ്തു എന്നല്ല, ഈ മാംഗോ ലുലുവിൻ്റെ ഒരു 90% കുടിച്ചത് ഞാൻ. ആക്ച്വലി നല്ല റിഫ്രഷിംഗ് ആയിരുന്നു. ഒരു ഹോം മെയ്ഡ് ഫ്രൂട്ടിയുടെയൊക്കെ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു ടേസ്റ്റ് സൂപ്പറായിരുന്നു. അതിനുശേഷം ഇങ്ങനെ നടന്ന് യൂണിക്ലോയുടെ മുന്നിലെത്തി. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് വാങ്ങാനില്ലെങ്കിലും യൂണിക്ലോ കാണുമ്പോൾ ഇവിടുത്തുകാർക്കൊന്നും കയറിയില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ദേവം കയറി എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ചുമ്മാ നിന്നു. എന്നിട്ട് വേറെ ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് വിശന്നപ്പോൾ ഞാനൊരു കുംപാവ് ചിക്കൻ വിത്ത് സം സ്റ്റീംഡ് റൈസ്, പിന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെ എല്ലാം വാങ്ങിച്ച് കഴിച്ചു. വാസ് വെരി ഗുഡ്. എന്നിട്ട് അവൻ്റെ വീട്ടിൽ പോയി. അവിടെ പൂച്ചക്കുട്ടനുണ്ട്. ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. അടിപൊളിയാണ് കേട്ടോ. അവൻ്റെ പേര് എന്നായിരുന്നു, ബീൻസ് അങ്ങനെ എന്തായിരുന്നു എന്ന് തോന്നുന്നു അവൻ്റെ പേര്. നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് അനിമേ ക്യാരക്ടേഴ്സിനെയൊക്കെ കണ്ടു. ഇതിൽ നറൂറ്റോനെ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. എൻ്റെ അനിയനെക്കുറിച്ച് ധാരണയുണ്ട്, എനിക്കൊരു പിടുത്തമില്ല. പിന്നെ വൺ പീസിൻ്റെ കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി. അപ്പം